ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് വ്ളോഗ്. കുറച്ച് ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഈ കോളേജിൻ്റെ എക്കണമിക്സിനെ കുറിച്ചിട്ടും ഈ കോളേജിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ. ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ദ വീഡിയോ ടുഡേ. അപ്പം കണ്ണൂർ മെഡിക്കൽ കോളേജ് ഇപ്പം ഞാനും ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ യൂട്യൂബിലും ഒക്കെ കുറേ തപ്പി കുറേ വീഡിയോസൊക്കെ, പക്ഷേ എനിക്ക് ഒരു വീഡിയോസും അങ്ങനത്തെ അത് കുറേ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഏതോ ഒരു വീഡിയോ, അതും കുറേ കൊല്ലങ്ങൾ മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കോളേജിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടൊക്കെ ചെയ്യണം. കാരണം ഈ കോളേജിനെ കുറിച്ച് ഞാൻ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്. സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരുപാട് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോസ് നോക്കുന്നതിന് കൂടുതൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ആണ്. ഒരു കാണുന്നതിലേക്ക് ഞാൻ നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഒരു പണ്ടത്തെ വീഡിയോ. ആ വീഡിയോ കണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജ് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കോളേജും അതിൽ നിന്നൊക്കെ എത്രയോ മാറി. അപ്പം അതുകൊണ്ട് കാണുന്നതിലേക്ക് ഞാൻ നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഒരു പണ്ടത്തെ വീഡിയോ. ആ വീഡിയോ കണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജ് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കോളേജും അതിൽ നിന്നൊക്കെ എത്രയോ മാറി. അപ്പം അതുകൊണ്ട് ഈ വീഡിയോയിൽ അങ്ങനെയുള്ള കുറച്ച് ഈ കോളേജിനെ കുറിച്ച് കയറാൻ പോകുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കേൾക്കണം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് അബൌട്ട് ദി ഫീ സ്ട്രക്ചർ, പിന്നെ ഈ കോളേജിന്റെ അക്കാഡമിക്സിനെ കുറിച്ചും. സോ ഇൻ ദിസ് വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ കോളേജിന്റെ അക്കാഡമിക്സും, കോളേജിന്റെ സ്പോർട്സ്, കോളേജിലുള്ള പരിപാടികൾ, ദി അതർ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ about the clinical exposure and then about the fee structure. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയർ ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കുറിച്ച് എനിക്ക് നന്നായി പറയാൻ പറ്റും. ബിക്കോസ് എൻ്റെ സെക്കൻഡ് ഇയർ കഴിയാനാവുന്ന ഒരാളായതിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സൈഡ് നമുക്ക് ഒട്ടും ആവശ്യമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിനിക്കൽ സൈഡിൽ നമ്മൾ അല്ലാണ്ട് ഫുൾ കോളേജാണ് നമുക്ക്. നോൺ ക്ലിനിക്കലാണ് ഫുൾ സബ്ജക്ട്സ്. അപ്പം നമുക്ക് അവിടെ വേണ്ടത് നല്ല ലാബ് ഫെസിലിറ്റീസ്, പിന്നെ ഡിസെക്ഷൻ, നമുക്ക് കഡാവേഴ്സ് വേണം, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ഇവിടെ ഡിസെക്ഷൻ ഹാളിൽ 5 മെയിൻ ടേബിൾസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് 5 കഡാവേഴ്സ് ഉണ്ടായിരിക്കും, 5 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്ന സമയത്ത്. പക്ഷേ ഐ തിങ്ക് നമ്മുടെ ഇപ്പോഴത്തെ ജൂനിയർ ബാച്ചസിന് പക്ഷേ 6 ടേബിൾസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അതെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അനുസരിച്ചാണ്. നമുക്ക് എപ്പോഴും ഇവിടെ ടീച്ചേഴ്സ് പറയാറുണ്ട് കഡാവേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്, പക്ഷെ ടീച്ചേഴ്സ് ലൈക്ക് 5 ടീച്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അനാറ്റമിക്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് 5 ടേബിൾ ആയതാണെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ അനാറ്റമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും നല്ലതാണ്. ഹിസ്റ്റോളജി ലാബ് ആണെങ്കിലും നമുക്ക് പിന്നെ ഗ്രോസിന് വേണ്ടിയിട്ട് നമുക്ക് റെക്കോർഡ് ഉണ്ടാവും വരയ്ക്കുന്നത്. അത് നമുക്ക് അധികവും ഇവിടെ തന്നെയാണ് അവർ വെക്കുക. നമുക്ക് എന്നിട്ട് ഇവിടുന്ന് നമുക്ക് അതിന് വരയ്ക്കാനുള്ള ടൈം തരും. സോ അത് ആക്ച്വലി നല്ലതാണ്. നിങ്ങൾക്ക് നമ്മളെ കയ്യിൽ തരുമ്പോഴാണ് നമ്മളധികം ചിലപ്പം അവസാനമൊക്കെ എക്സാം ആകുമ്പോഴേക്കും വരച്ച് തീർക്കുക നമ്മൾ. പക്ഷെ അവിടെ ആകുമ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് വെക്കും, ആൻഡ് അവർ നമുക്ക് വരയ്ക്കാനുള്ള സമയത്ത് നമുക്ക് തരും. നമുക്ക് ചിലപ്പം ഒരു 1 or 2 hours ഇത് വരയ്ക്കാൻ വേണ്ടി തന്നെ അവർ തന്നിട്ട് അവരിത് തിരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്രോസ് വരയ്ക്കാനൊക്കെ ആണെങ്കിലൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ടൈം കിട്ടാൻ സുഖമാണ്. കാരണം അവർ തന്നെ ആ ടൈം ഉണ്ടാക്കി തരുന്നതിനെ കൊണ്ട്. പിന്നെ ഹിസ്റ്റോളജി ആണെങ്കിലും പ്രാക്ടിക്കൽസ് ആണെങ്കിലും ഇവിടെ ലാബ് ഫെസിലിറ്റീസ് നല്ലതാണ്. ഇപ്പോൾ കരിക്കുലർ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്ലബുണ്ട്, ഒരുപാട് ക്ലബ്ബുകളുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ദെൻ വി ഹാവ് മ്യൂസിക് ബാൻഡ്, ഡാൻസിനാണെങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. സോ അതൊക്കെ ഉണ്ട്. അതൊക്കെ നോർമലി ഒരു മെഡിക്കൽ കോളേജിൽ വന്നാൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒരു സ്കൂളല്ല, നമുക്ക് എന്തായാലും അക്കാഡമിക്സിനായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻസ് അതിനായിരിക്കും. ബാക്കി എന്തെങ്കിലും ഒക്കെ നമുക്ക് ഇന്റർസോണോ അല്ലെങ്കിൽ ഇവിടെ ടാലൻഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻ കോളേജിലുള്ള ഒരു ഇന്റർ ബാച്ച് ഫെസ്റ്റ് ആണ്, ഇന്റർ ബാച്ച് കോമ്പറ്റീഷൻ ആണ് ഈ ടാലൻഷ്യ നമ്മുടെ കോളേജിലുള്ള. അപ്പം ടാലൻഷ്യ ഉണ്ടാകുമ്പോഴോ പിന്നെ ഇന്റർസോൺ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ്, ഇന്റർസോൺ ഉണ്ടാവും, നോർത്ത് സോൺ വരും, അപ്പോഴൊക്കെയാണ് കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് അങ്ങനെയില്ല. ഇതിനൊക്കെ നമുക്ക് നിൽക്കാം. അപ്പം അതിനൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ടൈം ഞങ്ങള്
സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു നോട്ട് സോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ തിരുവാതിര, മാർഗ്ഗംകളി അതിനൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മളും ഒക്കെ പോയിട്ടുണ്ട്. തിരുവാതിരയ്ക്ക് ഞാനും എൻ്റെ റൂംമേറ്റും ഒക്കെ പോയിട്ടുണ്ട്. എൻ്റെ അശ്വതിയെ നിങ്ങൾക്ക് അറിയായിരിക്കും. അശ്വതിക്കായിരുന്നു ഇന്റർ സോണിൽ ഭരതനാട്യത്തിന് ഫസ്റ്റ് കിട്ടിയത് ഇന്റർ സോണിൽ. സോ അതൊക്കെ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരുമ്പം അതിന് പോവാം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ചാൻസ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് അത് ഇവിടെ എക്സിബിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കിട്ടും. ഇങ്ങനെയുള്ള ഓരോന്നിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ മെയിനായിട്ട് അല്ലെങ്കിൽ എന്തായാലും സ്റ്റഡീസിൻ്റെ സൈഡിൽ കൂടെ തന്നെ അത് പോവുള്ളൂ. സോ ദിസ് ഈസ് അബൌട്ട് ഇറ്റ്. പിന്നെ ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പം നമുക്ക് പറയുമ്പം ഇപ്പോൾ സെക്കൻഡ് ഇയർ ഞങ്ങൾക്ക് വന്നത് 27,350 അല്ല സോറി 530 27,530. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയർ വന്നത് 27,530 പ്ലസ് 6,000 എന്ന് പറയുന്നത് മിസ്ലേനിയസ് ഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 33,530 ആണ് നമുക്ക് സെക്കൻഡ് ഇയർ വന്ന ഫീസ്. ഫസ്റ്റ് ഇയറും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് KUHS സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീസിന് നമുക്ക് കാണാൻ പറ്റും എത്രയാണ് ഫീസ് എന്നുള്ള കാര്യം. നമുക്ക് അലോട്ട്മെന്റ് കിട്ടുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പം അത് ഗവൺമെന്റ് ഫീസ് എത്രയാണോ ഒക്കെ ഒരു 27K ഒക്കെ ആയിരിക്കും നോർമലി. അതിന് കൂടെ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഇപ്പം നമുക്ക് ഇവിടുത്തെ എക്സ്ട്രാ ആയിട്ടുള്ള ഫീസ് എന്ന് പറഞ്ഞത് ഇതാണ്. പിന്നെന്ന് വെച്ചാൽ ഹോസ്റ്റൽ, ഇപ്പം എനിക്കാകുമ്പോൾ ഹോസ്റ്റൽ ഫീസ് വേണ്ട. ഹോസ്റ്റൽ ഫീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടും. ഹോസ്റ്റൽ ഫീസ് ഒരു കൊല്ലത്തേക്ക് മെസ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് മെസ് കട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾ മെസ് കട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ മാസം അപ്പം ആ ഒരു മാസം നിങ്ങൾക്ക് ഫുഡ് നിങ്ങൾ പൈസ കൊടുക്കണം. മന്ത്ലി നിങ്ങൾ പേ ചെയ്യുന്നതാണ് മെസ് ഫീ. അതല്ലാണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്നത് 11,000 എന്തോ ആയിരുന്നു. കാരണം ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് 11,000 എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിന് ഫുൾ ഒരു കൊല്ലത്തേക്ക്. പക്ഷെ പിന്നെ ഞാൻ അത് മാറി ഞാൻ വേറെ PG വന്നപ്പം ഫുൾ ഫീസും എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടി. കുറച്ച് ടൈം എടുക്കും, പക്ഷെ എന്നാലും അത് ഫുൾ 11,000 എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടി. ബാക്കി മെസ്സിന് നമ്മൾ മന്ത്ലി ആണ് കൊടുക്കുന്നത്. അപ്പം അത് നിങ്ങൾ കഴിക്കണം. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ മെസ്സിന് ഫുഡ് കഴിക്കില്ല. അപ്പം പുറത്തുനിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെസ് കട്ട് എടുക്കുന്ന പോലെ നിങ്ങൾ മെസ് കട്ടിൻ്റെ പോലെയാണ് നിങ്ങൾക്ക് അവിടെ ഫീ. അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ആസ് യു നോ 3 സബ്ജക്ട്സ് ഉണ്ട്: അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. ഇതിൽ ഓരോന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് 3 hours തിയറി ക്ലാസ്സസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 hours ഡിസെക്ഷൻ ആൻഡ് ആഫ്റ്റർനൂൺ 2 hours പ്രാക്ടിക്കൽസ് ഉണ്ടായിരുന്നു. അനാട്ടമിനെ പറ്റി പറയുകയാണെങ്കിൽ അനാട്ടമിയിൽ ഞങ്ങൾക്ക് കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ട് തിയറി ക്ലാസ്സസ് ഉണ്ടാവുമായിരുന്നു. എല്ലാ പോർഷൻസും അതിൽ കവർ ചെയ്യുമായിരുന്നു. അപ്പോൾ തിയറി ക്ലാസ്സസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസെക്ഷൻ ഉണ്ടാവുക. നമ്മൾ തിയറി ക്ലാസ്സസിൽ പഠിച്ച ഓരോ ടോപ്പിക്ക് ഡിസെക്ഷനിലും അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ തിയറി ക്ലാസ്സസിൽ ഇതേ സിസ്റ്റം വൈസ് ഹിസ്റ്റോളജിക്കൽ പാർട്സും എടുക്കും. അത് നമുക്ക് പ്രാക്ടിക്കൽസിൽ തൊട്ടടുത്ത വീക്കിൽ അല്ലെങ്കിൽ അതേ വീക്കിൽ തന്നെ പ്രാക്ടിക്കൽസിൽ നമുക്ക് ഹിസ്റ്റോളജി പഠിക്കാനുണ്ടാവും. എംബ്രിയോളജിയും ഓസ്റ്റിയോളജിയും ഒക്കെ അങ്ങനെ തന്നെ പഠിക്കാനുണ്ടാവും. പിന്നെ നമുക്ക് ഓരോ എക്സാമിൻ്റെ മുമ്പായിട്ട്, അതായത് ഇന്റേണൽ എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ സെഷൻസിന് മുമ്പായിട്ട് നമുക്ക് ഡിസെക്ഷൻ്റെയും എംബ്രിയോളജി, ഓസ്റ്റിയോളജി, ഹിസ്റ്റോളജി, പിന്നെ ജെനറ്റിക്സ് ഒക്കെ റിവിഷൻ തരുമായിരുന്നു. പിന്നെ ഫിസിയോളജിയിലേക്ക് വരികയാണെങ്കിൽ ഫിസിയോളജിയിൽ തിയറി ക്ലാസ്സസ് ഉണ്ടാകുമായിരുന്നു മോർണിംഗ് സെഷൻസിൽ. എല്ലാ പോർഷൻസും എല്ലാ സിസ്റ്റം വൈസായിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർനൂൺ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽസിൽ ഹെമറ്റോളജി പിന്നെ ഒരു സിസ്റ്റം വൈസ് എക്സാമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മോഡൽ എക്സാം ആകുമ്പോഴേക്ക് ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് മിനിമം 10 പ്രാവശ്യം ഞങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടാവും. അധികം റിവിഷൻ ക്ലാസ്സസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോകെമിസ്ട്രിയിൽ തിയറി ക്ലാസ്സസ് ഉണ്ടാവുമായിരുന്നു. പിന്നെ പ്രാക്ടിക്കൽ സെഷൻസിൽ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവുമായിരുന്നു, ചാർട്ട്സ് ഉണ്ടാവുമായിരുന്നു, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവുമായിരുന്നു. ആൻഡ് ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽസിന് ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ ഫസ്റ്റ് ഒരു 10 minutes അല്ലെങ്കിൽ 20 minutes ഞങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവുമായിരുന്നു. തൊട്ട് മുമ്പത്തെ വീക്കിൽ ടോപ്പിക്സ് തരും, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അതിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ടോപ്പിക്സ് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇത്രയും വലിയ ടോപ്പിക്സ് ഒന്നും എന്തായാലും എക്സാം ആകുമ്പോഴത്തേക്ക് പഠിച്ചാൽ തീരില്ല എന്നുള്ള ഉറപ്പാണ്, മുമ്പ് റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ ഷോർട്ട് ടെസ്റ്റ് പേപ്പർ കാരണം ഞങ്ങൾക്ക് ചെറിയ ചെറിയ ടോപ്പിക്സ് എല്ലാം നമുക്ക് ഒരു പ്രാവശ്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് കാരണം അത് ഇന്റേണൽ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാനത് എളുപ്പമായിരിക്കും.
പിന്നെ ഈ 3 സബ്ജക്ട്സിലും ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുമായിരുന്നു. ഫിസിയോളജി പാർട്ട് കംപ്ലീഷൻ ടെസ്റ്റ് നടത്തുമായിരുന്നു. പിന്നെ അനാട്ടമിയിൽ ഓരോ സിസ്റ്റം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അപ്പർ ലിംബ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തൊറാക്സ് കഴിയുമ്പോഴത്തേക്ക് അത് ബേസ് ചെയ്തിട്ട് എക്സാംസ് നടത്തുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എക്സാം നടത്തുന്നത് നമുക്ക് റിവൈസ് ചെയ്യാൻ, പിന്നെയും റിവൈസ് ചെയ്യാൻ, മനസ്സിലാക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫസ്റ്റ് ടൈം ഇവിടെ ഹോസ്റ്റലിൽ വന്നപ്പം എനിക്കിങ്ങനെ അയ്യോ ഇതാണ് എൻ്റെ റൂം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. കാരണം അന്ന് ഇവിടെ ഞങ്ങളെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ശരിക്കുള്ള റൂമിലേക്ക് കൊണ്ടുപോയില്ല. അന്നത്തെ ഞങ്ങളെ സീനിയർ ബാച്ചിൻ്റെ എക്സാം കഴിയാത്തതുകൊണ്ട് അങ്ങനെ. പക്ഷേ അതുകൊണ്ട് വേഗം സെറ്റായി. പിന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ 8 പേര് ശരിക്കും ഭയങ്കര കമ്പനിക്കായി. അത് പക്ഷെ പിന്നെ എനിക്കതൊരു വിഷയമില്ലാതെ പിന്നെ 3 പേരുള്ള റൂമിലേക്ക് സെക്കൻഡ് ഫ്ലോറിലൊക്കെ അവിടെ പോയി. അവിടെ നല്ല റൂമായിരുന്നു. അങ്ങനെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് നിൽക്കണത്. റിപ്പീറ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം എനിക്ക് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് വൺസ് ഇൻ ലൈഫ് എല്ലാവർക്കും വേണ്ടതാണ്. ഭയങ്കര നല്ലതാണ്. കുറച്ച് ടഫ് ടൈംസ് ഉണ്ടാവും, കുറച്ച് ഇവിടെ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഗുഡ്. ഇതാണ് ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ കിട്ടുന്ന റൂം. 3 ബെഡുള്ള സെക്കൻഡ് ഫ്ലോറിലുള്ള റൂമാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്തതാണ്. ഇത്രയുമാണ് ഒരു വെരി ജനറൽ ഐഡിയ അബൌട്ട് ദ കോളേജ്. ആൻഡ് ഐ തിങ്ക് ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ടു ദ കമൻറ്റ് സെക്ഷൻ. So please do comment, and that's it guys, bye.